എല്ലാവർക്കും നമസ്കാരം. ഏതൊരു കമ്പനിയുടെയും വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്താ? നല്ല നേതാക്കന്മാരാണ്, അല്ലേ? പക്ഷെ ഒരു ചോദ്യമുണ്ട്. ഈ പുതിയ നേതാക്കന്മാരെ നമ്മൾ എങ്ങനെ കണ്ടെത്തും? എങ്ങനെ വളർത്തിയെടുക്കും? പെട്ടെന്നൊരു പ്രതിസന്ധി വന്നാൽ പകച്ചു നിൽക്കാതെ മുന്നോട്ടു പോകാൻ സഹായിക്കുന്നൊരു സിസ്റ്റം, അങ്ങനെയൊരു ലീഡർഷിപ്പ് പൈപ്പ്ലൈൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊരു നിമിഷം ഇതൊന്ന് സങ്കല്പിച്ചു നോക്കാം. നിങ്ങളുടെ കമ്പനിയിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളൊക്കെ നോക്കുന്ന ആൾ നാളെ രാവിലെ വന്ന് ഞാൻ പോവുന്നൂന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? സത്യം പറഞ്ഞാല് ഭൂരിഭാഗം കമ്പനികൾക്കും അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. പെട്ടെന്ന് പകരക്കാരനെ കണ്ടെത്തണം, പ്രോജക്റ്റുകളെല്ലാം പാതിവഴിയിലാവും, ടീമിന്റെ ആത്മവിശ്വാസം തന്നെ പോകും. ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു ബ്ലോക്ക്. പക്ഷേ കൃത്യമായ പ്ലാനിംഗ് ഉള്ള ചില കമ്പനികളുണ്ട്. അവർക്കിതൊരു പ്രതിസന്ധിയേ അല്ല, മറിച്ച് പുതിയൊരു അവസരമാണ്. ഉള്ളിലുള്ള മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു സുവർണാവസരം. അപ്പോ എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ അവസരമാക്കി മാറ്റുന്നത്? ആ രഹസ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോ ഈ രഹസ്യത്തിന്റെ പേരാണ് ലീഡർഷിപ്പ് പൈപ്പ്ലൈൻ. ഇതൊരു സാധാരണ ട്രെയിനിംഗ് പ്രോഗ്രാം ഒന്നും അല്ല കേട്ടോ. ഇത് നിങ്ങളുടെ കമ്പനിക്കുള്ളിൽ ഓരോ ലെവലിലും പുതിയ ലീഡേഴ്സിനെ കണ്ടുപിടിച്ച് അവരെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു കണ്ടിന്യൂസ് സിസ്റ്റമാണ്. ഇതിന്റെ ഗുണമെന്താണെന്ന് വെച്ചാല് ആര് പോയാലും ആ സ്ഥാനത്തേക്ക് വരാൻ കഴിവുള്ള മറ്റൊരാൾ എപ്പോഴും റെഡിയായിരിക്കും. ഒരു വലിയ കെട്ടിടം പണിയുമ്പോൾ അതിന് നല്ല സ്ട്രോങ് ആയ ഒരു ഫൗണ്ടേഷൻ വേണമല്ലേ, അല്ലേ? അതുപോലെ തന്നെയാണ് ഈ ലീഡർഷിപ്പ് പൈപ്പ്ലൈനിന്റെ കാര്യവും. അതിനും ചില അടിസ്ഥാനപരമായ ബിൽഡിംഗ് ബ്ലോക്കുകളുണ്ട്. നമുക്കതൊക്കെ എന്താണെന്ന് നോക്കാം. പൊതുവെ ഏതൊരു ഓർഗനൈസേഷൻ എടുത്താലും ലീഡർഷിപ്പിന് 4 പ്രധാന തട്ടുകളുണ്ട്. ഒരു ചെറിയ ടീമിനെ നയിക്കുന്ന ടീം ലീഡിൽ നിന്ന് തുടങ്ങി 1-2 ഡിപ്പാർട്ട്മെന്റുകളെ മാനേജ് ചെയ്യുന്ന മിഡിൽ മാനേജ്മെന്റ്, പിന്നെ സ്ഥാപനത്തിന്റെ പ്രധാന ഭാഗങ്ങൾ നോക്കുന്ന സീനിയർ മാനേജ്മെന്റ്, ഏറ്റവും മുകളിൽ കമ്പനിയുടെ മൊത്തം ഡയറക്ഷൻ തീരുമാനിക്കുന്ന എക്സിക്യൂട്ടീവ് ലെവൽ. ഇനിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം. ഈ ഓരോ ലെവലിലും വേണ്ട കഴിവുകൾ വ്യത്യസ്തമാണ്. ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കൂ. ഒരു ടീം ലീഡ് തന്റെ ടീമിന്റെ ചെറിയ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ചിന്തിക്കുന്നത് കമ്പനിയുടെ അടുത്ത 5-10 വർഷത്തെ വിഷനെക്കുറിച്ചാണ്. അതുപോലെ തന്നെ ടീം ലീഡ് ഒരു ചെറിയ ബഡ്ജറ്റ് നോക്കുമ്പോൾ എക്സിക്യൂട്ടീവിന്റെ തലയിൽ കമ്പനിയുടെ ലാഭവും നഷ്ടവും, അതായത് P&L സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഈ മാറ്റം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ശരിയായ ആളെ ശരിയായ സ്ഥാനത്തേക്ക് വളർത്താൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്ട്രക്ചർ മനസ്സിലായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഓരോ റോളിനും പറ്റിയ ആളുകളെ കണ്ടുപിടിക്കണം. അതായത് നമ്മുടെ ഭാവിയുടെ നേതാക്കന്മാരെ എങ്ങനെ തിരിച്ചറിയാം? ഇതിന്റെ പിന്നിലെ ലക്ഷ്യം വളരെ സിമ്പിളാണ്. നിങ്ങളുടെ കമ്പനിയിലെ ഒരു പ്രധാനപ്പെട്ട ചെയറും ഒരിക്കലും കാലിയായി കിടക്കരുത്. അപ്രതീക്ഷിതമായ ഒരാൾ പോയാലും ആ വിടവ് നികത്താൻ മറ്റൊരാൾ അവിടെ റെഡിയായിരിക്കണം. അപ്പോ ഇതെങ്ങനെയാണ് നമ്മൾ ട്രാക്ക് ചെയ്യുക? അതിനുള്ളൊരു അടിപൊളി ടൂളാണ് ഈ കാണുന്ന സക്സഷൻ പ്ലാനിംഗ് മാട്രിക്സ്. സംഭവം സിമ്പിളാണ്. ഓരോ പ്രധാനപ്പെട്ട റോളിനും ആരാണ് അടുത്തയാൾ, അവരെത്രത്തോളം റെഡിയാണ് എന്ന് ഇതിൽ കൃത്യമായി രേഖപ്പെടുത്തും. ഇപ്പൊ നോക്കൂ, മാർക്കറ്റിംഗ് ഡയറക്ടറുടെ സ്ഥാനത്തേക്ക് ജോൺ സ്മിത്ത് റെഡി നൗ ആണ്. അതായത് ആള് എപ്പോ വേണമെങ്കിലും ആ റോൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. പക്ഷെ VP of ഓപ്പറേഷൻസ് ആകാൻ ജെയിൻ ഡോയ്ക്ക് ഒരു 1-2 വർഷം കൂടി വേണ്ടിവരും. ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആർക്കാണ് ഇനി കുറച്ചുകൂടി ട്രെയിനിംഗ് കൊടുക്കേണ്ടതെന്ന് നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും. ഈ ചാർട്ട് നോക്കിയാൽ നമ്മുടെ കമ്പനിയിലെ ലീഡർഷിപ്പ് ബെഞ്ചിന്റെ ശക്തി ഒറ്റനോട്ടത്തിൽ അറിയാം. നോക്കൂ, 25%. അതായത് 4-1 ആളുകൾ പുതിയ റോൾ ഏറ്റെടുക്കാൻ ഇപ്പൊ തന്നെ റെഡിയാണ്. കൊള്ളാം. 60% ആളുകൾക്ക് 1-2 വർഷം കൂടി വേണം. എന്നാൽ 15% പേർക്ക് 3-ൽ കൂടുതൽ വർഷം വേണ്ടിവരും. ഇതിന്റെ അർത്ഥമെന്താ? ഈ 15% പേരുടെ ഡെവലപ്മെന്റിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കണം. ശരി, നമ്മൾ കഴിവുള്ളവരെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് മാത്രം കാര്യമായോ? ഇല്ല, അവരെ ഡയമണ്ട് പോലെ പോളിഷ് ചെയ്തെടുക്കണം. അതാണ് അടുത്ത ഘട്ടം, ശരിയായ പരിശീലനം. ഒരു ലീഡറിന്റെ വളർച്ച എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. അത് പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. തുടക്കക്കാരൻ എന്ന നിലയിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ടീമിനെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ് ഒക്കെയാണ് പ്രധാനം. കുറച്ചുകൂടി മുകളിലേക്ക് പോകുമ്പോൾ സ്ട്രാറ്റജിക്കായി ചിന്തിക്കാൻ പഠിക്കണം. ഏറ്റവും സീനിയർ ലെവലിൽ എത്തുമ്പോഴോ അപ്പോൾ വേണ്ടത് പുതിയ പുതിയ ഐഡിയകൾ കൊണ്ടുവരാനും വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുമുള്ള കഴിവാണ്. അപ്പോ ഈ കഴിവുകളൊക്കെ വളർത്തിയെടുക്കാൻ നമ്മുടെ കയ്യിൽ ഒരുപാട് ടൂൾസ് ഉണ്ട്. എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ കീഴിൽ മെന്റർഷിപ്പ് കൊടുക്കാം, കമ്പനിയുടെ പല ഡിപ്പാർട്ട്മെന്റുകളിലും വർക്ക് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ നല്ല ബിസിനസ് സ്കൂളുകളിൽ എക്സിക്യൂട്ടീവ് പ്രോഗ്രാമുകൾക്ക് അയക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് പ്ലാൻ ചെയ്യണം. ഞാൻ പറഞ്ഞ ഈ ടൂൾസിൽ വെച്ച്
ഏറ്റവും പവർഫുള്ളായ ഒന്നാണ് മെന്റർഷിപ്പ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? എക്സ്പീരിയൻസ്ഡായ ഒരു സീനിയർ ലീഡർ വളർന്നു വരുന്ന ഒരു ജൂനിയറിന് പേഴ്സണലായി ഗൈഡൻസ് കൊടുക്കുന്നു. ഇത് അവരുടെ സ്കിൽസ് കൂട്ടാൻ മാത്രമല്ല സഹായിക്കുന്നത്, കമ്പനിയുടെ കൾച്ചറും മൂല്യങ്ങളും അടുത്ത തലമുറയിലേക്ക് കൈമാറാനും സഹായിക്കും. ഇത് മെന്റിക്ക് മാത്രമല്ല, മെന്റർക്കും ഒരുപോലെ ഗുണകരമാണ്. നമ്മൾ ആളുകളെ കണ്ടെത്തി അവർക്ക് പരിശീലനം കൊടുത്തു. പക്ഷെ ഇതൊക്കെ വർക്ക് ആവുന്നുണ്ടോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? അവിടെയാണ് മെഷർമെന്റ് അല്ലെങ്കിൽ അളവുകോലുകളുടെ പ്രാധാന്യം. മാനേജ്മെന്റിലെ ഒരു ഗോൾഡൻ റൂളാണിത്. അളക്കാൻ പറ്റാത്ത ഒന്നിനെയും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ലീഡർഷിപ്പ് പൈപ്പ്ലൈൻ ഒരു വിജയമാണോ എന്ന് അറിയണമെങ്കിൽ അതിന്റെ പെർഫോമൻസ് നമ്മൾ തുടർച്ചയായി അളന്നുകൊണ്ടേയിരിക്കണം. അപ്പം നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ് ഇതാണ്. കമ്പനിയിലെ 90% ലീഡർഷിപ്പ് റോളുകൾക്കും ഒരു പിൻഗാമിയെ നമ്മൾ നേരത്തെ തന്നെ കണ്ടുവച്ചിരിക്കണം. ഇതൊരു സേഫ്റ്റി നെറ്റ് പോലെയാണ്. പെട്ടെന്നൊരു പ്രതിസന്ധി വന്നാൽ നമ്മളെ സംരക്ഷിക്കാൻ ഇത് സഹായിക്കും. രണ്ടാമത്തെ ടാർഗറ്റ്, പുതിയ ലീഡർഷിപ്പ് ഒഴിവുകൾ വരുമ്പോൾ അതിലെ 75%വും പുറത്തുനിന്ന് ആളെ എടുക്കാതെ കമ്പനിക്കുള്ളിൽ നിന്ന് തന്നെ പ്രൊമോട്ട് ചെയ്ത് നികത്തണം. ഇത് നമ്മുടെ പൈപ്പ്ലൈൻ ശരിയായി വർക്ക് ചെയ്യുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. മാത്രമല്ല, ഇത് കമ്പനിയുടെ കൾച്ചർ നിലനിർത്താനും സഹായിക്കും. നല്ലൊരു ലീഡർ വന്നാൽ ആ ടീമിന്റെ മൊത്തം എനർജി തന്നെ മാറുമല്ലേ? അതുകൊണ്ട് നമ്മുടെ മൂന്നാമത്തെ ലക്ഷ്യം ഈ പുതിയ ലീഡേഴ്സിന്റെ കീഴിലുള്ള ടീമുകളിലെ എംപ്ലോയി എൻഗേജ്മെന്റ് സ്കോർ ചുരുങ്ങിയത് 10% കൂട്ടുക എന്നതാണ്. ഇത് നമ്മുടെ ട്രെയിനിങ് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് കാണിച്ചു തരും. ഒരു കാര്യം ഓർക്കണം, ഇതൊരു തവണ ചെയ്തു നിർത്താനുള്ള പരിപാടിയല്ല. ഇതൊരു ലൈവ് സിസ്റ്റമാണ്, ഒരു തുടർ പ്രക്രിയ. ഇതിന്റെ മേൽനോട്ടത്തിനായി ഒരു പ്രത്യേക കമ്മിറ്റി വേണം. അവർ കൃത്യമായ ഇടവേളകളിൽ കാര്യങ്ങൾ വിലയിരുത്തി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കണം. പോകുന്നതിനു മുൻപ് ഈ ഒരു ചോദ്യം നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കുക. നിങ്ങളുടെ കമ്പനിയുടെ വളർച്ച നിലനിർത്താനും പുതിയ കാര്യങ്ങൾ ചെയ്യാനും ഏറ്റവും പ്രധാനമായി ഒരു പ്രതിസന്ധി വന്നാൽ പിടിച്ചു നിൽക്കാനും നിങ്ങളുടെ ലീഡർഷിപ്പ് നിര ശക്തമാണോ? ഒരു ലീഡർഷിപ്പ് പൈപ്പ്ലൈൻ എന്നത് ഒരു ലക്ഷ്വറി അല്ല, നിങ്ങളുടെ ബിസിനസിന്റെ ഭാവിയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെന്റാണ്.